ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ചിഞ്ചുവിൻ്റെ കല്യാണ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ജൂൺ 2 ചിഞ്ചുവിൻ്റെ കല്യാണമാണ്. ഞങ്ങൾ വന്നപ്പോഴേക്കും ആളെ റെഡിയായി സെറ്റായി ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും പറഞ്ഞ് കുറേ കൂടെ പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയല്ലേ ഒരു രസം. 10:30 സ്വീകരണ സമയം. താലപ്പൊലിയും വിളക്കിൻ്റെ അകമ്പടിയോട് കൂടി ശരത്തേടിനെ ഫാമിലി അകത്തേക്ക് സ്വീകരിച്ചിരുത്തി. സ്വീകരണ സമയം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛനും അമ്മയും കൂടി അവിടെ എത്തിയിരുന്നു. ഒട്ടും വൈകാതെ തന്നെ ചിഞ്ചുവിനെ പേടിപ്പിക്കൽ കർമ്മത്തിലേക്ക് അച്ഛനും പങ്കാളിയായി. ക്യാമറ കണ്ടപ്പോൾ പന്തം കണ്ട പെറ്റിയ കൊടുക്കുന്ന ഈ വ്യക്തിയാണ് ഭാഗ്യലക്ഷ്മി. തന്റെ സൗന്ദര്യം ക്യാമറയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിക്കില്ല എന്ന വാശിയാണെന്ന് തോന്നുന്നു കക്ഷിക്ക്. മണ്ഡപത്തിന്റെ അലങ്കാരപ്പണിയും അലങ്കോലപ്പണിയെല്ലാം പൂർത്തിയാക്കി മണ്ഡപം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. സമയം കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ട് കല്യാണപ്പെണ്ണ് എന്തൊക്കെയോ പറയാനും കാട്ടിക്കൂട്ടാനും ഒക്കെ തുടങ്ങി. ആരും പേടിക്കണ്ട, ടെൻഷൻ അടിച്ചിട്ട. മണ്ഡപത്തിലേക്ക് കയറാറായപ്പോൾ ബാംഗ്ലൂർ ഡേയ്സിലെ നസ്രിയെ പോലെ എനിക്ക് കല്യാണം കഴിക്കണ്ടേ എന്നൊരു നിലവിളി മാത്രമാണ് ഞങ്ങൾ കേട്ടത്. എന്നിട്ട് പേടിച്ച് വെറുതെ കയറി പോകുന്നുണ്ട്. എനിക്ക് ഏറ്റവും ടെൻഷനുള്ളൊരു കാര്യമാണ് ഈ നടക്കുന്നത്. വേറൊന്നുമല്ല, സാരി എടുത്തുകൊണ്ട് അനുഗ്രഹം വാങ്ങിക്കുന്നതേ. സാരി എടുത്ത് മര്യാദയ്ക്ക് ഇരിക്കാനോ നടക്കാനോ എനിക്കറിയില്ല. അതിനിടയ്ക്ക് സാരി എടുത്തതേ ഇത്രയും തവണ കുനിയണം, അനുഗ്രഹം വാങ്ങിക്കണം. എങ്ങനെയാന്നാ ഇത് കാണുമ്പോൾ ചെയ്യുന്നവരോട് റെസ്പെക്റ്റ് ഒക്കെ തോന്നും. കൊല്ലം ജില്ലയിൽ അലയമൺ അഞ്ചൽ ശ്രീ വിവേകാനന്ദ NSS കര്യാഭരണമായ പുത്തൻവീട്ടിൽ പരേതനായ സുനിൽകുമാറിന്റെയും പ്രിയാകുമാരിയുടെ മകൾ അനക്കാസിനും കൊല്ലം ജില്ലയിൽ പടിഞ്ഞാറെ വയല NSS കരയോഗം അംഗമായ ശ്രീ സുധാകരൻ പിള്ള അവരുടെയും ശ്രീമതി ഉഷാകുമാരിയുടെ മകനായ ശരത് കുമാർ തമ്മിലുള്ള വിവാഹമാണ് അലയമൺ ആലപ്പൻ ദേവ സന്നിധിയിൽ നിന്ന് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങുകളിലേക്ക് പങ്കെടുക്കാൻ ഇവരെ അനുഗ്രഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്നുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. പേടിച്ച് വരച്ച് പോയ ആളെ മണ്ഡപത്തിൽ കയറിയുന്ന കാര്യം പറയാൻ ചിരിക്കും. ഓരോ ചടങ്ങുകളും കൃത്യമായിട്ട് ചെയ്യുന്നതും ഒക്കെ ഞങ്ങൾ കൗതുകത്തോടെ നോക്കിയിരുന്നു. സത്യം പറഞ്ഞ പിന്നെ ടെൻഷനൊക്കെ ഞങ്ങൾക്കായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ഒരാള് ഒരു കുടുംബിനിയായിട്ട് മാറിയല്ലേ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് തൊട്ട് പിന്നാലെ കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന കാത്തു എന്ന അനിയത്തിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കാൻ കയറിയിട്ടുണ്ട്. വളരെ നല്ല സദ്യയായിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന് ഏകദേശ രൂപം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
നമ്മുടെ ചിഞ്ചു ശരത്തേട്ടൻ്റെ സ്വന്തം ചിഞ്ചുവായിട്ട് ശരത്തേട്ടൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുകയാണ്. ആൾ അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയപ്പോൾ ഇമോഷണലായിരുന്നു. എന്തായാലും ശരത്തേട്ടനും ചിഞ്ചുവിനും ഹാപ്പി മാരീഡ് ലൈഫ്. കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകാൻ ടൈമായി. ചിച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വന്നതാണ്. ഇത്ര ദിവസം ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കണ്ണു നനയില്ലേ, ആ വീഡിയോ എടുത്തു വെച്ചു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഭാഗ്യലക്ഷ്മി. ഇത്രയും പേരെ നിന്ന് കരഞ്ഞിട്ടും ഒന്നും മൈൻഡ് ചെയ്യാതെ ഫ്രീ ഫയർ കളിക്കുന്നത് നമ്മുടെ അച്ചൂസിനെയാണ് നിങ്ങൾ കാണുന്നത്. വണ്ടി എടുത്തോണ്ട് പോവും. അവിടുത്തെ ഇങ്ങനെ ഒരു പോക്കാ. അതാണ് സൗണ്ട് മാത്രം യൂട്യൂബിലൊക്കെ എടുത്തിട്ടുള്ള വേണ്ട. എന്തായാലും അനിയനും ചേച്ചിയും കൂടി തമാശയൊക്കെ പറഞ്ഞ് എന്നെ ഓക്കെ ആക്കിയിട്ടാണ് അവിടെ നിന്ന് വിട്ടത്. വരുന്ന വഴി ഞങ്ങളൊരു ഷാർജ് കുടിക്കാനായിട്ട് കയറി. ഈ ഇരിക്കുന്ന മുതലിനെ പാരിപ്പള്ളിയിൽ ഇറക്കാനുണ്ട്, അതുകൊണ്ട് കൂടെ വന്നതാണ്. എന്നാലും ഷാർജയെ കുറിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.